ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷാഫി വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവം ആണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയത്. നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് 4 മണിക്ക് പള്ളിയിൽ ഖബറടക്കം എന്നുള്ളതായിരുന്നു. പക്ഷേ മതപരമായ ചില കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് 2 മണിയായി നിശ്ചയിച്ചിട്ടുണ്ട്. 2 മണിയായി. അതാണ് വിശേഷമായിട്ടുള്ള ഒരു അറിയിപ്പ്. ദയവായിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 2 മണിക്കായിരിക്കും ഷാഫിയുടെ ഖബറടക്കം. ഇവിടെ 12:30 വരെ ഉണ്ടാവും. അതിനുശേഷം വീട്ടിലേക്ക് പോകും. വീട്ടിൽ നിന്ന് പള്ളിയിലെത്തിക്കും. 2 മണിക്ക് പള്ളിയിൽ ഖബറടക്കം. ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ അവർക്ക് മതപരമായ ചില ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് 2 മണിക്ക്. അതെ, കലൂർ അല്ല, അതിൻ്റെ പേര് കലൂർ ജുമാ മസ്ജിദ്. വളരെ കാലമായിട്ടുള്ള ഒരു അടുത്ത സുഹൃത്താണ്. അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തൊട്ടുള്ള അടുപ്പമാണ്. സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ 2 സിനിമകളായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേക്കപ്പ് ആൻഡ് ട്യൂട്ടർലീസ്. വളരെ വലിയ വിജയമുണ്ടാക്കിയ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ള സിനിമകളാണ്. ഇങ്ങനെ ഒരു അന്ത്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾക്കൊക്കെ അത്ര എന്ന് വെച്ചാൽ ഒരു സദസ്സിലിരുന്നാൽ മുഴുവൻ പേരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമോ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് എന്നുവെച്ചാൽ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് സദസ്സുകളിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ആരോടും ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു നല്ല സുഹൃത്തായിരുന്നു ഷാഫി. അങ്ങനെ ഒരാൾ പെട്ടെന്നുള്ളൊരു വിയോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. കാരണം ജീവിതത്തിൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോട് ഇവിടെ പറഞ്ഞു പോവുക. എത്രയോ മലയാളികൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ പൊട്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളിലും പൊട്ടിച്ചിരിപ്പിക്കുന്ന ക്ലിപ്പിങ്സുകൾ കാണുന്നത് നിങ്ങൾ ഷാഫിയുടേതായിരിക്കും. അത്തരം ഒരാളുടെ ഒരു വിടവാങ്ങൽ മലയാള സിനിമയ്ക്കെന്നല്ല, ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക് വലിയൊരു തീരാ നഷ്ടമാണ്. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ ഷാഫിയുടെ വിയോഗത്തിൽ ഫെഫ്കയുടെ ഓരോ അംഗങ്ങളുടെയും വേദനയും സങ്കടവും ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. മലയാള സിനിമയിലെ ഒട്ടനവധി വിജയ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു ഷാഫി. ചെയ്ത സിനിമകളിൽ 90% സിനിമകൾ വലിയ കൊമേഴ്ഷ്യൽ വിജയം നേടിയ സിനിമകളാണ്. സിദ്ദിഖിൻ്റെയും സഹോദരൻ റാഫിയുടെയൊക്കെ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരനായിട്ട് വന്ന് മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്ത ഓരോ സിനിമകളും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഈ വളരെ ചെറിയ പ്രായത്തിലുള്ള ഈ വിയോഗം നമ്മളെല്ലാവരും വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരും. ഞാൻ ഷാഫിയുടെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിൽ പോലും മലയാള സിനിമയിലെ സംവിധായകന് ഏറ്റവും ശാന്തനായ, നമുക്ക് ജോലി ചെയ്യാൻ ഏറ്റവും സുഖമുള്ള ഒരു ചുറ്റുപാടായിരുന്നു ഷാഫിയുടെ സെറ്റപ്പ്. അഭിനയിച്ച 2 പടങ്ങളും സൂപ്പർ ഹിറ്റുമായിരുന്നു. പിന്നീട് ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം, അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു തീരാ നഷ്ടമാണ്.